ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഹാർഡ് കോർ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഒരു ഡയമണ്ട് ആർമർ സെറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ഇന്നത്തെ പരിപാടി. പിന്നെ കുറച്ച് ക്രോപ്സ് ഫാം ചെയ്യണം, ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് ജസ്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇവിടെ കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഐറ്റംസ് അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. അതിൽ വുഡ് വല്ലതും ഉണ്ടോ? യെസ്, ഒരു ഷീൽഡ് ഉണ്ടാക്കി വെച്ചേക്കുക, അത് ആവശ്യം വരും. നമുക്ക് വില്ലേജിൽ നിന്ന് കിട്ടിയ ഒരു ഡയമണ്ട് ഉണ്ട്. ഇനിയും ഒരു ഫുൾ ടൂൾസ് ആൻഡ് ആർമർ സെറ്റിന് എത്ര 36 സംതിങ് അല്ലേ വേണ്ടേ? അപ്പോൾ അത് നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ചെസ്റ്റാണ് നോക്കണത്, ചെസ്റ്റും കാണുന്നില്ല. എവിടെ ഈ ചെസ്റ്റ്? എനിക്ക് കാണാത്താണോ അതോ ഇതാണോ? കൊള്ളാം. ഒപ്റ്റിഫൈൻ ഇട്ടിട്ടുണ്ട്, ഒപ്റ്റിഫൈൻ. അപ്പം അതിൻ്റെ ആണോ ടെക്സ്ചർ എന്ന് അറിഞ്ഞൂടാ. ഫുഡില്ല, നമുക്ക് ഫുഡ് കുറവാണ്. ഓക്കെ, നമുക്കിനി ഒരു കേവ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കൊരു ഇവിടെ കേവ്, അവിടെ ഒരു ചെറിയ ഗുഹ കാണുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് പറ്റുമെങ്കിൽ അങ്ങോട്ട് പോയിട്ട് സെറ്റ് ചെയ്യാൻ, ഒരു റൈഡൊക്കെ വിളിച്ച് തോട്ടമൊക്കെ വേണം റെഡിയാക്കാം. നോ പ്രോബ്ലം. അങ്ങോട്ട് ഞാൻ പോയതാന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഒരു കേവ് ഉണ്ട്, അത് വാട്ടർ കേവ് ആണ്. അത് ശരിയാവൂല. നമുക്ക് വേറെ കേവ് നോക്കാം. കൊള്ളാം, നല്ലൊരു സീഡാണ്. അത്യാവശ്യം നല്ല വൈബും ഉണ്ട്. ഡോറിൻ്റെ ടെക്സ്ചറൊക്കെ മാറി കേട്ടു. ഓക്കെ, ചെറിയൊരു നല്ല ഷീൽഡ് കൈ പിടിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാലും വരായിരുന്ന മതി. 3 സ്കെൽറ്റൻ. ആളുപോ നമ്മൾ ചാവുമോ എന്തറിയാം. ഓക്കെ, അവനും തീർന്നു. കണ്ട എൻ്റെ രമ്പ കിടക്കുന്നേ. എന്തൊരു ചാർജർ ക്ലിപ്പോ, അത് എന്തൊരു ബഗ്ഗുണ്ട് ഗൈസ്. എന്തായാലും ഇത് നിങ്ങൾ കാണിക്കുന്നില്ല. ഞാൻ മൊത്തം പോയി ഡയമണ്ടൊക്കെ ഉണ്ടോ എന്ന് നോക്കി അരിച്ച് പെറുക്കിയിട്ട് വരാം. ഇത് കഴിഞ്ഞിട്ട് ഇതികളെ കാണിക്കാം. ഓക്കെ, അങ്ങനെ കുറേ സമയത്തെ മൈനിങ് ട്രിപ്പിന് ശേഷം നമ്മൾ പിന്നെയും എത്തിയിരിക്കുന്നു. 35 ഡയ കിട്ടി. എൻ്റെ 2 പിക്കാക്സും പൊട്ടിപ്പോയി. പിന്നെ 4 നമ്മൾ നേരെ താപ്പോട്ട് കുഴിച്ചു കേട്ടോ. 2 ബ്ലോക്ക് വെച്ചിട്ട് താപ്പോട്ട് കുഴിച്ചു പോയി. പിന്നെ അവിടുന്ന് ഒരു കേവ് കിട്ടി. ആ കേവിൽ കൂടെ തലങ്ങും വിലങ്ങും ഓടി നടക്കുമായിരുന്നു. ഒരു വിധത്തിൽ 35 ഡയ കിട്ടി. അധികം ഓറൊന്നും മൈൻ ചെയ്യാൻ നിന്നില്ല. നമ്മുടെ പിക്കാക്സ് എല്ലാം മറ്റേ ആദ്യത്തെ പിക്കാക്സും പൊട്ടാറായിരിക്കായിരുന്നു. താപ്പോട്ട് കുഴിച്ചെത്തിയപ്പോഴേക്കും ആദ്യത്തെ പിക്കാക്സ് പൊട്ടി. പിന്നെ രണ്ടാമത്തെ പിക്കാക്സ് മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അധികം ഓറൊന്നും മൈൻ ചെയ്യാൻ നിന്നില്ല. പോയ വഴിക്ക് കിട്ടിയത് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഡയമണ്ട് ആ കേവിനകത്ത് കിടന്ന് എടുത്തു. അങ്ങനെ 35 ഡയമണ്ടും ബേസിലിരിക്കുന്ന 36 ഡയമണ്ട്. ബാക്കിയെല്ലാം ഇങ്ങോട്ടേക്ക് സോർട്ട് ചെയ്യും. എത്ര സോർട്ട് ചെയ്തു? ഡയമണ്ട്. അപ്പോൾ നമുക്ക് ടൂൾസ് ഉണ്ടാക്കാനുള്ള സ്റ്റിക്ക് എടുക്കട്ടെ. ഓക്കെ, ഒരു ഹെൽമെറ്റ്, ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ലെഗിൻസ്, ഒരു ബൂട്ട്, ഒരു സോഡ്, ഒരു പിക്കാക്സ്, ഒരു ആക്സ്, ഒരു ഷവള്, ഒരു ഹോയ്. സെറ്റ്. എന്നാലും ഒന്നും ബാക്കിയൊന്നുമില്ല. എന്തെങ്കിലോട്ടെ. ഓക്കെ, നമ്മളിതാ സെറ്റ് ഫുൾ ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട് ഗൈസ്. എന്തൊരു ചെയ്യാൻ. ഈ അയൺ ടൂൾസ് എല്ലാം നമുക്ക് മാറ്റിയൊക്കെ ഇൻവെൻറ്ററി. ഇനി ഇതും കൊണ്ടെല്ലാം പോയി ചാവുമ്പോഴാണ് മനുഷ്യൻ്റെ കുരു പൊട്ടുന്നത്. ഇതും കൊണ്ടൊന്നും പോയി ചാവാതിരുന്നാൽ മതി ഗൈസ്. പോയി ഇതിരുന്നോട്ടെ.
ഒന്ന് കിടന്നുറങ്ങാം. നോക്കൂ, നമ്മൾ ഫുള്ള് ഡയമണ്ട് ആർബർ സെറ്റല്ലേ? സെറ്റ്, പവർ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീല് വെച്ചിട്ടൊരു പോർട്ടലൂടെ അങ്ങ് സെറ്റ് ചെയ്യാൻ കേട്ടോ. ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ സെറ്റ് ചെയ്തിട്ട് ഒരു പോർട്ടലൂടെ അങ്ങ് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് നമ്മുടെ കോളില്ല കേട്ടോ. കോള് പോയ വഴിക്കെല്ലാം കോളുണ്ടായിരുന്നു, മൈൻ ചെയ്യാൻ പറ്റിയില്ല കാരണം പിക്കാക്സ് പൊട്ടിപ്പോയി. ഇതിങ്ങോട്ട് വെച്ചിട്ട് തണ്ടർ സ്റ്റോം ഒന്നും ആവാതിരുന്നാൽ മതി. മഴ പെയ്യുന്നുണ്ട്. 32 ഇരിക്കട്ടെ. ഓ കരിയുമ്പോഴേക്ക് നമുക്ക് പോയിട്ട് താഴെ പോയാൽ ചിലപ്പോൾ കിട്ടും. ഓശിച്ച് പോടാ. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലടാ. മൂന്ന് ക്രീപ്പർ മേളിൽ നിന്നെല്ലാം വരുമില്ല. ഓക്കെ, ഇനി അവനോട് ഇവിടെ ഒന്ന് പൊട്ടറാ പെട്ടെന്ന്. തേങ്ങ താണ്ട് 2 സ്കെൽറ്റൻ സ്പൂൺ. അവന്മാരവിടെ എല്ലാം നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. അവൻ്റെ ഒരു അമ്പ് വിടല് ഇവന്മാരെനിക്ക് എങ്ങനെ കാണുന്നതേ. അതാണ്ട് ഇവിടെ ഗ്രാവൽ. ഓക്കെ, ഒരു ഗ്രാവൽ കിട്ടി, ഒന്ന് തന്നെ ധാരാളം. അമ്പ് വിടലും വല്ല ഭിത്തിയിലും ചെന്ന് ഇടിച്ചിരുന്ന അന്നേരം വടിയായനെ. ബാക്കിയുണ്ട് നമുക്ക്. വേണ്ട അവന്മാർ എന്തിനാ റിസ്ക് എടുക്കുന്നേ. അപ്പോൾ ഗൈസ്, നമ്മൾ ബേസിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു 3 ഗ്രാവൽ നമ്മൾ എടുത്തിട്ട് വന്ന് ഇനി അതൊന്ന് പൊട്ടിച്ച് ഫ്ലിൻ്റ് ആക്കട്ടെ. ഓക്കെ, നമുക്ക് ഫ്ലിൻ്റ് കിട്ടിയിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ നമുക്ക് ഫ്ലിൻ്റ് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് അയൺ ഇരിപ്പുണ്ട്. സോ ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ അങ്ങ് ഉണ്ടാക്കിയേക്കാം. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മാത്രമല്ല വേണ്ട 20 ഒബ്സിഡിയൻ. അതുകൊണ്ട് നമുക്കിനി ഒരു എന്താ പറയുക, ഒരു എൻചാൻറ്റിങ് ടേബിൾ സെറ്റ് ചെയ്യണമെങ്കിലും സീനില്ല. കാരണം ഒബ്സിഡിയൻ ഇരിപ്പുണ്ട് ആവശ്യത്തിന്. ഗോബിൾഡ് ഡീപ്സ്ലൈറ്റ് കുറച്ച് ഇങ്ങനെ എടുത്തേക്കാം. പോളിഷ്ഡ് നല്ല മതി. ഓക്കെ, നമുക്ക് എവിടെ ആയിട്ടുണ്ടാക്കാം? ഇവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഇവിടെ തന്നെ അങ്ങ് ഉണ്ടാക്കിയേക്കാം. അന്നേരം ഉണ്ട്. അപ്പം നമ്മുടെ പോർട്ടൽ റെഡി ആയിട്ടുണ്ട്. വേണം നമുക്ക് 2 സ്റ്റെയർ കൂടെ വെക്കാം. സ്റ്റെയർ അല്ല, സ്ലാബ് വെക്കാം. ഓക്കെ, മതി. വേണ്ട, സെറ്റായിട്ടുണ്ട്. നമ്മളിപ്പോൾ പോർട്ടൽ ലൈറ്റ് ചെയ്യാം. ഇത് ഒപ്റ്റിഫൈൻ ഇട്ടേക്കുന്നതിൻ്റെ. ഇനി ഈ സാമാനെല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാമായിരുന്നു. ഓക്കെ പ്ലീസ്, നമ്മൾ ഇന്ന് ഡയമണ്ട് മൈനിങ് പോയി. കുറേ ഡയമണ്ട് എല്ലാം 35 ഡയമണ്ടൊക്കെ മൈൻ ചെയ്ത് ഫുൾ ഡയമണ്ട് ടൂൾസ് ആൻഡ് ആർമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നെതർ പോർട്ടൽ സെറ്റ് ചെയ്തു. ഇനി നാളെ പറ്റുമെങ്കിൽ നെതറിൽ കയറിയിട്ട് നമുക്ക് ഒരു ഫോർട്രസ്സോ എല്ലാം കണ്ടുപിടിക്കാം. പറയാനൊക്കില്ല, കാരണം നാളെ തന്നെ ആയിരിക്കും എൻഡിങ് എപ്പിസോഡും. നെതർ ഫോർട്രസ്സൊക്കെ കുറച്ച് ചടങ്ങ് പിടിച്ച സ്ഥലമാണ്, അറിയാലോ. അല്ലെ നമുക്ക് നാളെ ഇരുന്നിട്ട് എൻചാൻറ്റിങ് ടേബിൾ സെറ്റ് ചെയ്യാം. എൻചാൻറ്റിങ് ടേബിൾ സെറ്റ് ചെയ്ത് കുറച്ച് എൻചാൻറ്റ്മെൻറ്റ്സ് എല്ലാം ഒപ്പിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഒരുത്തിനെ കൊന്നിട്ട്, ഒരു വില്ലേജറിനെ കൊന്നിട്ട് ആ പോർഷനോട്ട് എടുത്തിട്ട് ഇവിടെ വന്ന് പറ്റുമെങ്കിൽ റെയ്ഡ് വിളിക്കാം. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയി നാളെ വരാം. ബൈ.